മമ്മൂട്ടി എന്ന് പറയുന്നത് മലയാളികൾക്കൊരു വികാരമാണ്. മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന നടനാണ് മമ്മൂട്ടി. പക്ഷേ ഇന്നലെ സോഷ്യൽ മീഡിയയിലെല്ലാം മമ്മൂട്ടിക്ക് ക്യാൻസറാണ്, അദ്ദേഹം നിലവിലെ ചിത്രത്തിൽ നിന്നും താൽക്കാലികമായിട്ട് മാറി നിൽക്കുകയാണ്, ഹോസ്പിറ്റലാണ്, ഇങ്ങനെയുള്ള കുറേ വാർത്തകൾ സോഷ്യൽ മീഡിയയിലും മുഖ്യധാര മാധ്യമങ്ങളിലും ഒക്കെ വരുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? അപ്പോൾ നമുക്ക് ഈ മാധ്യമങ്ങളിലൊക്കെ പറയുന്ന വിവരങ്ങളെ നമുക്കുള്ളൂ. മമ്മൂട്ടിയുടെ കുടുംബം ഔദ്യോഗികമായി ഇക്കാര്യത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. അവർ അല്ലെങ്കിൽ മമ്മൂട്ടിയെ ചികിത്സിക്കുന്ന ഡോക്ടർ അല്ലെങ്കിൽ ആ ആശുപത്രി ഒരു പത്രക്കുറിപ്പ് ഇറക്കിയാൽ മാത്രമേ ഔദ്യോഗികമായി ഇതിന് സ്ഥിരീകരണം ലഭിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഇത് വെറും ഒരു ഊഹാപോഹമായി തുടരുകയാണ്. നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ച്, മലയാളിയെ സംബന്ധിച്ച് മലയാളത്തിൻ്റെ മഹാനടനാണ് മമ്മൂട്ടി. അദ്ദേഹം ഒന്നിലധികം തവണ ഏറ്റവും നല്ല മികച്ച നടനുള്ള ഭരത് അവാർഡുകൾ കരസ്ഥമാക്കി, വ്യത്യസ്തമായ നിരവധി വേഷങ്ങൾ ചെയ്ത് ഈ നായക സങ്കല്പത്തിന്, മലയാള ചലച്ചിത്ര ലോകത്ത് നായക സങ്കല്പത്തിന് ഒരു മൂർത്തവും അമൂർത്തവുമായ ആ സൗന്ദര്യം അത് കഥാപാത്രങ്ങൾക്ക് കൊടുത്ത തൻ്റെ ശാരീരിക ഭാവാഭിനയ സിദ്ധികൾ കൊടുത്ത് അംഗചലനങ്ങൾ ഉൾപ്പെടെ കൊടുത്ത് ആ കഥാപാത്രങ്ങളെ മികവുറ്റതും അഴകുറ്റതും ആക്കി മാറ്റിയ ഒരു മഹാനടനാണ് മമ്മൂട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് വലിയ സങ്കടവും ദുഃഖവും ഉണ്ടാക്കുന്ന വാർത്തയാണിത്. നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഇങ്ങനെ എന്നൊന്നില്ല. എന്തും ആരെക്കുറിച്ചും എങ്ങനെയും പറയും എന്നുള്ളതാണ്. അതിനകത്ത് എഡിറ്റിംഗ് ഇല്ല. പക്ഷെ നമ്മുടെ ചില പത്രങ്ങളും ആ വാർത്ത കോട്ട് ചെയ്തിരിക്കുകയാണ്. അത് മാത്രമല്ല, ചില പത്രങ്ങളൊക്കെ അതിൻ്റെ വിശദ വിവരങ്ങൾ, ചികിത്സയുടെ ചെന്നൈയിലാണ് ചികിത്സ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ വിശദാംശങ്ങൾ മിക്ക പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന വാർത്ത മഹേഷ് നാരായണന്റെ പുതിയ ചിത്രത്തിലാണ് മമ്മൂട്ടി ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കുഞ്ചാക്ക ബോബനും ഭഗത് ബാസിലും അതേപോലെ തന്നെ അങ്ങനെ ഒരു നയൻതാരയൊക്കെ ഉൾപ്പെടുന്ന വലിയൊരു താരങ്ങൾ, ഏകദേശം 100 കോടി ബഡ്ജറ്റ്, വലിയൊരു പ്രോജക്റ്റ് തന്നെയാണ്. അപ്പൊ ഇതിനിടയിലാണ് അദ്ദേഹത്തിന് ചെറിയൊരു ക്ഷീണമുണ്ടായി, തലകർക്കം എന്തോ വന്നു. അങ്ങനെ കൊച്ചിയിലെ ലെക്ചർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും അവിടുന്ന് അദ്ദേഹത്തിന് ഇപ്പോൾ നിലവിൽ ചെന്നൈയിലെ അപ്പോളോ ഹോസ്പിറ്റലാണ് ട്രീറ്റ്മെൻറ്റ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ മരുമകൻ ഡോക്ടറാണ്, അവിടെയാണെന്ന് തോന്നുന്നു. കൃത്യമായ വിവരങ്ങളില്ല, കാരണം സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള വാർത്തകളാണ്. നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റും. അദ്ദേഹത്തിന് കുടലിന് ക്യാൻസർ ആണെന്നും മലദ്വാരത്തിന് ക്യാൻസർ ആണെന്നും 2 വിഭാഗങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും ചില ഒരു സ്വകാര്യ ചാനലിൽ പറയുന്നു, അദ്ദേഹം ആ ഒരു മാധ്യമപ്രവർത്തകൻ പറയുന്നത് അദ്ദേഹം അന്വേഷിച്ചപ്പോൾ ഈ പറഞ്ഞതുപോലെ മലദ്വാര ക്യാൻസർ എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ സ്റ്റാർട്ടിംഗ് സ്റ്റേജാണ്. ഈ പറയുന്നത് പോലെ ഈ സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കുന്നത് പോലെ അങ്ങ് വലിയ അപകടകരമായ അവസ്ഥയൊന്നുമില്ല. അതിൻ്റെ തുടക്കമാണ്. അതൊക്കെ നമുക്ക് ചികിത്സിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ. ഏകദേശം മമ്മൂട്ടി എന്ന് പറയുന്നത് ഇപ്പോഴും യൗവനം തുളുമ്പി നിൽക്കുന്ന ഒരു ശരീരപ്രകൃതമുള്ള. അപ്പോൾ എല്ലാവർക്കും ഇത് കേട്ടപ്പം ഭയങ്കരമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിനകത്ത് കുറേ കമൻറ്റുകൾ വരുന്നത് തന്നെ ഇങ്ങനെയാണ്: ഇത്രയും ശരീരം നോക്കുന്ന അദ്ദേഹത്തിന് ഇത്തരത്തിൽ വന്നു എങ്കിൽ നമ്മളൊക്കെ എന്തായിരിക്കും അവസ്ഥ? കാരണം അത്രയ്ക്ക് ശരീരവും അദ്ദേഹത്തിൻ്റെ ആരോഗ്യം, അദ്ദേഹത്തിൻ്റെ ഭക്ഷണവും നല്ല രീതിയിൽ ക്രമീകരിക്കുന്ന, നല്ല അത്രയ്ക്ക് സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും യൗവനം തുളുമ്പുന്ന ശരീരവുമായിട്ട് ഇരിക്കുന്നത്. ഈ ഇടയ്ക്ക് ഞാനൊരു അമേരിക്കയിലെ ഒരു യൂട്യൂബർ അവിടെ USA ഇങ്ങനെ ഓരോരുത്തരടുത്തും മമ്മൂട്ടിയുടെ ഫോട്ടോ കാണിച്ചിട്ട് അവിടുത്തെ ആൾക്കാരോട് ഇങ്ങനെ ചോദിച്ചു, ഇദ്ദേഹത്തിന് എത്ര വയസ്സാണെന്നൊന്ന് പറയാമോ. എല്ലാവരും 40, 35, 38 ഈ ഒരു ഏജാണ് പറയുന്നത്. അപ്പോൾ യൂട്യൂബർ പറയാൻ, നോ, ഇത് മലയാളം നടനാണ്, ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട നടനാണ്, ഇദ്ദേഹത്തിന് 70-ൽ കൂടുതൽ വയസ്സ് പ്രായമുണ്ട് എന്ന്. അപ്പോൾ അവിടെ ആ വിദേശികളൊക്കെ അമ്പരക്കാണ്, നോ, അത് വിശ്വസിക്കില്ല എന്നുള്ള രീതിയിലാണ് അവരുടെ ആ ഒരു ആശ്ചര്യം കാണുമ്പോൾ തന്നെ നമുക്കറിയാം. കാരണം ലോകത്തിൽ പോലും, നമ്മുടെ ലോകത്തിൽ ഇത്രയും ആക്ടേഴ്സ്, ഇത്രയും നടന്മാരിൽ എടുത്താൽ പോലും ഇത്രയും സൗന്ദര്യമുള്ള, അല്ലെങ്കിൽ ഇത്രയും യൗവനമുള്ള, ഇത്രയും പ്രായം കാത്തു സൂക്ഷിക്കുന്ന, ഇത്രയും ഈ ഒരു പ്രായത്തിലും യൗവനം കാത്തു സൂക്ഷിക്കുന്ന മറ്റൊരു നടനെ നമുക്ക് കാണാൻ പറ്റും. അതിൽ നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാം, അല്ലേ? കാരണം ഒരു നടനുമില്ല ഇത്രയ്ക്ക് ഗ്ലാമറുള്ള. ഇപ്പോഴും അദ്ദേഹം നല്ല കോട്ടസൂട്ടൊക്കെ. ഈ പണ്ടൊക്കെ നമ്മൾ നിത്യഹരിത നായകൻ എന്ന് വിശേഷിപ്പിക്കുന്നത് പ്രേം നസീറിനെയാണ്. അതെ. ആ ഒരു തലമുറ, അദ്ദേഹത്തിൻ്റെ തലമുറ തന്നെ കടന്നു പോയിരിക്കുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ യൗവനകാലത്ത് അദ്ദേഹം നായകനായിട്ട് അഭിനയിച്ച സിനിമകൾ കണ്ട് അദ്ദേഹത്തിനോട് ആരാധന തോന്നിയിരുന്ന ഒരു സമൂഹം തന്നെ ഇന്ന് അവരുടെ കാലവും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അതിൽ അവശേഷിക്കുന്നുള്ളൂ.
പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു പുതിയ തലമുറയിലടക്കം ഈ പറയുന്ന നിത്യഹരിത നായകൻ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഈ തലമുറയുടെ അല്ലെങ്കിൽ ഈ വർത്തമാനകാലത്തിൻ്റെ ഒരു മഹാനടൻ മമ്മൂട്ടി തന്നെയാണ്. കാരണം അദ്ദേഹം ഈ പറയുന്നത് പോലെ 73-ാമത്തെ വയസ്സിലും നായകനായിട്ട് അഭിനയിക്കുന്നു, കാമ്പുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ഇപ്പോഴും മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് അത് മമ്മൂട്ടിയും അതെ മോഹൻലാലും അതെ ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്. അതിന് നമ്മൾ മുടക്കുന്ന മുതൽ തിരിച്ചു കിട്ടും എന്തായാലും. ഈ നിർമ്മാതാവ് കടപ്പെട്ടു പോകില്ല. കഴിഞ്ഞ വർഷങ്ങളിലെ മമ്മൂട്ടി ചിത്രങ്ങളൊക്കെ എടുത്ത ഈ പ്രായത്തിൽ ഈ മനുഷ്യന് ഇത്തരത്തിലൊക്കെ കാണിക്കുമോ എന്നാണ് പലരും ചോദിക്കുന്നത്. ഈ ഒരു പ്രായത്തിൽ ഈ മനുഷ്യൻ എന്ത് കാണിക്കുന്നത് എന്നുള്ളതാണ് പലരും കമന്റുകളിലൂടെ ചോദിക്കുന്നത്. ഇപ്പം നിലവിൽ ഈ ഒരു അസുഖത്തിന്റെ കാര്യം പറയുമ്പോൾ റേഡിയേഷൻ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നും അതിൽ നിന്നില്ല എന്നുണ്ടെങ്കിൽ ശസ്ത്രക്രിയയും മറ്റു കീമോയും മറ്റുള്ള ഇതിലേക്ക് പോകുമെന്നാണ് തുടർ ചികിത്സയിലേക്ക് വിദേശത്തേക്ക് പോകുമെന്നാണ് പറയുന്നത്. ഏതായാലും ഇദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചറിലൊക്കെ നോക്കി ആദ്യമായിട്ടാണ് മോനും ദുൽഖറും വൈഫും അല്ലെങ്കിൽ മകളും ഒക്കെ നിൽക്കുന്ന ഒരു ഫാമിലി പിക്ചർ ഇട്ടത്. കാരണം മകനും ഇപ്പോൾ ദുൽഖറും അഭിനയത്തിൽ നിന്ന് താൽക്കാലികമായിട്ടൊന്ന് മാറി നിൽക്കുകയാണ്. അതിൽ നിന്നൊക്കെ ആയിരിക്കാം ഫാൻസിന് ആരാധകർക്ക് സംശയം കൂടാൻ കാരണം അദ്ദേഹത്തിന് എന്തുകൊണ്ട് അല്ലെങ്കിൽ മകനും മകളും മരുമകനും എല്ലാവരും കൂടെ ഒത്തുചേർന്ന് ഉള്ള ഒരു ഫാമിലി ഫോട്ടോ ഇടുകയും. മമ്മൂട്ടി പൊതുവേ നല്ലൊരു മതവിശ്വാസിയാണ്, ദൈവവിശ്വാസിയാണ്. അദ്ദേഹത്തിൻ്റെ മതവിശ്വാസം അനുസരിച്ചുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പിന്തുടരുന്നയാളാണ്. പിന്നെ ഒരു ജാതിമത ഭേദമന്യേ എല്ലാവരുമായിട്ടും നല്ല സഹവർത്തിത്വത്തിൽ കഴിയുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് രാഷ്ട്രീയ നേതാക്കളുമായിട്ട് നല്ല അടുപ്പമുണ്ട് എല്ലാ പാർട്ടികളിലും. അത് CPM ആകട്ടെ, ഇപ്പം കൈരളി ചാനലിൻ്റെ തലപ്പത്തിരിക്കുന്നു അദ്ദേഹം എന്നുള്ളത് സത്യമാണെങ്കിൽ തന്നെയും ഒരു കമ്മ്യൂണിസ്റ്റ് ആശയഗതികളോട് അദ്ദേഹത്തിന് ആഭിമുഖ്യം കൂടുതലുണ്ട് എങ്കിലും അദ്ദേഹം കോൺഗ്രസുമായും BJPയുമായും മുസ്ലിം ലീഗുമായും ഒക്കെ നല്ല ബന്ധത്തിൽ പോകുന്ന ഇതിലെയൊക്കെ നേതാക്കളെ പണ്ട് ഞങ്ങൾ പറഞ്ഞ കറക്റ്റാണ്. ശരിക്കും മലയാളികൾക്ക് ഇദ്ദേഹം മമ്മൂട്ടിയെ ഒഴിച്ചു നിർത്തി ആണെന്നോ മുസ്ലിം ആണെന്നോ ഒരു വെറുതെ ഹിന്ദു മതവിശ്വാസി കാണുന്ന ഹിന്ദുവായിട്ടാണ്, മുസ്ലിം മതവിശ്വാസി കാണുന്ന ആ രീതിയിൽ, ക്രിസ്ത്യൻ മതവിശ്വാസി കാണുന്ന അച്ചായനായിട്ടാണ്. അത് മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രങ്ങളുടെ മാത്രം മികവല്ല, മമ്മൂട്ടി എന്ന മനുഷ്യന്റെ കൂടി ഒരു മേന്മയാണത്. അദ്ദേഹം എല്ലാവരുമായിട്ടും നല്ല തികഞ്ഞ സൗഹൃദത്തിൽ പോകുന്ന എല്ലാ നിർമ്മാതാക്കൾക്കും അദ്ദേഹത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പരാതിയോ പരിഭവമോ ഒന്നും പറയാതെ വളരെയധികം അതുപോലെ തന്നെ പുതിയ തലമുറ കടന്നു വരുന്ന പുതിയ തലമുറയെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നടനാണ്. പുതിയ സംവിധായകരെ, പുതിയ ആർട്ടിസ്റ്റുകളെ, ടെക്നീഷ്യന്മാരെ ഒക്കെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണെന്ന് മാത്രമല്ല, മലയാള സിനിമയിലെ നടീനടന്മാരിൽ കമ്പ്യൂട്ടറിനോട് വലിയ അഭിനിവേശമുള്ള, ഗ്രാഫിക്സിനോടും ഒക്കെ വലിയ അഭിനിവേശമുള്ള, കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഒക്കെ ഈ കമ്പ്യൂട്ടർ വന്ന കാലത്ത് തന്നെ വളരെ കാര്യമായിട്ട് കമ്പ്യൂട്ടർ പഠിക്കുകയും അത് തൻ്റെ ഈ പ്രവർത്തന മേഖലയിൽ അതിനെക്കുറിച്ച് വിവരങ്ങൾ പങ്കുവെക്കുകയും അതിൻ്റെ സാങ്കേതികത്വം ഉപയോഗിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്ത ആളാണ് മമ്മൂട്ടി. ഇതിനെക്കുറിച്ച് പല അഭിമുഖങ്ങളിലും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാലത്തിനൊപ്പം സഞ്ചരിക്കുക അല്ലെങ്കിൽ കാലത്തിന് മുന്നേ സഞ്ചരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ഈ മമ്മൂട്ടി. അപ്പോൾ അദ്ദേഹം ഈ പറയുന്നത് പോലെ എല്ലാവരുമായും ഞാൻ രാഷ്ട്രീയക്കാരുടെ കാര്യമാണ് പറഞ്ഞു വന്നത് നേരത്തെ, എല്ലാ രാഷ്ട്രീയക്കാരുമായിട്ടും അദ്ദേഹം നല്ല ബന്ധമാണ്. LK അദ്വാനിയുടെ ഒരു പുസ്തകം കേരളത്തിൽ വെച്ച് പ്രകാശിപ്പിച്ചത് ഏറ്റുവാങ്ങിയത് മമ്മൂട്ടിയാണ്. അദ്ദേഹത്തിന് അദ്വാനിയുമായിട്ടും വളരെ അടുത്ത ബന്ധമുണ്ട്, പിണറായി വിജയനുമായിട്ടും വളരെ അടുത്ത ബന്ധമുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസ്സിലെ നിരവധി നേതാക്കൾ, AK ആൻ്റണി, ഉമ്മൻചാണ്ടി, അങ്ങനെയൊക്കെയുള്ള എല്ലാവരുമായിട്ടും വളരെ നല്ല ബന്ധത്തിൽ പോകുന്ന, രാഷ്ട്രീയത്തിന് അതീതമായ സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന ഒരാളാണ് മമ്മൂട്ടി. നിരവധി സ്വഭാവ വിശേഷങ്ങൾ അദ്ദേഹത്തിനുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ വിധിയെന്നോ കാലവൈപരീത്യമെന്നോ ഒക്കെ പറയാവുന്ന തരത്തിൽ ഒരു രോഗം ബാധിച്ചിരിക്കുന്നതായിട്ട് പറയപ്പെടുന്നു. നമുക്കിപ്പോഴും വ്യക്തതയില്ല. അങ്ങനെയുള്ള ആ രോഗത്തിൽ നിന്ന് അദ്ദേഹം പൂർണ്ണമായിട്ടും മോചിതനായി ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടി മലയാള സിനിമയിൽ ഇനിയും തുടരട്ടെ. ഈ ഒരു മാർച്ച് ഏപ്രിൽ മാസം എന്ന് പറയുന്നത് വ്രതാനുഷ്ഠാനങ്ങളുടെ ഒരു മാസം തന്നെ. അത് ഹിന്ദു ആണെങ്കിലും മുസ്ലിം മതവിശ്വാസി, ക്രിസ്ത്യൻ, എല്ലാവർക്കും ഈ മൂന്ന് മതവിശ്വാസം. റംസാൻ കാലമാണിത്. റംസാൻ കാലം അടുത്ത മാസം ആകുമ്പോഴത്തേന് ഈസ്റ്റർ വരുന്നു, ഇങ്ങനെ വരുന്നു. അത് ഒരു വ്രതാനുഷ്ഠാനമാണ്, ഹിന്ദുക്കളുടെ വ്രതാനുഷ്ഠാന കാലമാണ്. അപ്പൊ ഈ എല്ലാ മതവിശ്വാസികളുടെയും പ്രാർത്ഥന അദ്ദേഹത്തിനോടൊപ്പം ഉണ്ട്. കാരണം അദ്ദേഹം മലയാളികളുടെ സ്വന്തം. ജാതി മത ഭേദമന്യേ മലയാളികളുടെ ആരാധകരുടെ
വലിയ പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കും എന്ന് തന്നെ ഏതായാലും ഫാൻസ് അസോസിയേഷൻ പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന് ഒരു കുഴപ്പവുമില്ല. അദ്ദേഹം തിരിച്ച് മഹേഷ് നാരായണന്റെ ചിത്രത്തിലേക്ക് ഏപ്രിൽ ആദ്യത്തോടെ തിരികെ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേറെ അദ്ദേഹത്തിന്റെ പേഴ്സണലി അദ്ദേഹം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്ത് തന്നെയായാലും അദ്ദേഹത്തിന് അസുഖം ജലദോഷം വന്നാലും അതിനെ ക്യാൻസർ ആക്കുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിലുണ്ട്, സോഷ്യൽ മീഡിയയിലുണ്ട്. എന്ത് തന്നെയായാലും അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായിട്ട് തിരിച്ചു വരട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം.